CBSE, ICSE 8-9-1-0 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. CBSE, ICSE 9-11 ക്ലാസുകളിലെ അധ്യാപന പഠന രീതികളിൽ ഒളിഞ്ഞിരിക്കുന്ന കെണി. ഒന്നാം ഭാഗം. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഭാവിയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് മിക്ക സ്വകാര്യ സ്കൂളുകളും പിന്തുടരുന്ന വളരെ തെറ്റായതും എന്നാൽ വ്യാപകവുമായ ഒരു രീതിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ കുട്ടിയുടെ അക്കാദമിക് ഭാവി അപകടത്തിലാക്കാൻ പോന്നതാണ്. 1. 9ാം ക്ലാസ്സിലെ അനാവശ്യതെടുക്കും. രക്ഷിതാക്കളെ ഇംപ്രസ് ചെയ്യാനായി പല സ്കൂളുകളും 10ാം ക്ലാസ് സിലബസ് നേരത്തെ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. എപ്പോൾ? ഈ വർഷം നവംബർ-ഡിസംബർ മാസങ്ങളിൽ. CBSE, ICSE എന്നിവയെ സംബന്ധിച്ചിടത്തോളം 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ്, സയൻസ്, ഇംഗ്ലീഷ് എന്നിവ അതിപ്രധാനമാണ്. 11ന്റെയും 12ന്റെയും യഥാർത്ഥ അടിസ്ഥാനം ഇവിടെ നിന്നുമാണ് തുടങ്ങുന്നത്. നിർണായകമായ 9ാം ക്ലാസ്സിലെ അധ്യാപന പഠന പ്രക്രിയ പെട്ടെന്ന് വെട്ടിക്കുറക്കുകയും അധ്യാപകർ ഡിസംബർ 15-ന് മുമ്പ് സിലബസ് അവസാനിപ്പിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു എന്നതാണ് ഇതിലെ യഥാർത്ഥ അപകടം. 2. അധ്യാപകരുടെ മേലുള്ള സമ്മർദ്ദം. 9ാം ക്ലാസ് സിലബസ് മുഴുവൻ അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ സ്കൂൾ മാനേജ്മെന്റുകൾ അധ്യാപകരിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. സ്വകാര്യ സ്കൂളുകളിലെ അധ്യാപകരിൽ ഏറിയ പങ്കും ജൂനിയർ, ഫീമെയിൽ അധ്യാപകരായതിനാൽ സിലബസിന്റെ ഏറ്റവും സങ്കീർണവും ബുദ്ധിമുട്ടുള്ളതുമായ ഭാഗങ്ങൾ ഒഴിവാക്കുകയോ അവഗണിക്കുകയോ ചെയ്യുകയല്ലാതെ അവർക്ക് പലപ്പോഴും മറ്റു മാർഗമില്ല. 10 മാസം കൊണ്ട് വിശദമായി പഠിപ്പിച്ചു തീർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സിലബസ് ഭാഗങ്ങൾ 6 അല്ലെങ്കിൽ 7 മാസങ്ങൾ കൊണ്ട് പഠിപ്പിച്ചു കഴിഞ്ഞതായി വരുത്തി തീർക്കേണ്ട ദുരവസ്ഥയാണ് അധ്യാപകർക്ക് ഉണ്ടാവുന്നത്. 3. മാത്തമാറ്റിക്സ്, സയൻസ്, ഇംഗ്ലീഷ് എന്നിവയുടെ അടിസ്ഥാന പാഠങ്ങൾ വേണ്ടവിധത്തിൽ ഉറപ്പിക്കുന്നില്ല. ഈ തിടുക്കത്തിലുള്ള സമീപനം വിദ്യാർത്ഥിയുടെ അടിത്തറയെ നശിപ്പിക്കുന്നു. ഉദാഹരണത്തിന് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി എടുക്കുക. ഉയർന്ന തലത്തിലുള്ള കെമിസ്ട്രിയുടെ സമ്പൂർണ്ണ അടിസ്ഥാനങ്ങൾ ആരംഭിക്കുന്നത് ഇവിടെയാണ്. സിംബൽസ് ഓഫ് എലിമെന്റ്സ്, ആറ്റോമിക് സ്ട്രക്ചേഴ്സ്, വാലൻസി, ഫോർമുല റൈറ്റിംഗ് യൂസിംഗ് ക്രിസ് ക്രോസ് മെത്തേഡ്, ഫോർമുല ആൻഡ് വാലൻസിസ് ഓഫ് ഗ്രൂപ്പ്സ് ഓർ റാഡിക്കൽസ്, ഫോർമുലാസ് ഓഫ് കോമ്പൗണ്ട്, അയോണിക് ബോണ്ട് ആൻഡ് കോവാലന്റ് ബോണ്ട്. ഈ ടോപ്പിക്കുകളുടെ നേരെയുള്ള തുടർച്ചയാണ് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 1ാമത്തെ അധ്യായം. കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇക്വേഷൻസ്. ഫോർമുലകൾ, വാലൻസി, അയോണിക് ആൻഡ് കോവാലന്റ് ബോണ്ട് എന്നിവ വേണ്ടവണ്ണം മനസ്സിലാക്കാത്ത വിദ്യാർത്ഥിക്ക് 10ാം ക്ലാസ്സിൽ ഈ അധ്യായം പഠിക്കുന്നതിന് വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരുന്നു. പിന്നെ എങ്ങനെയാണ് കുട്ടികൾ നല്ല മാർക്ക് വാങ്ങിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതിന്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം. പ്രൈവറ്റ് സ്കൂളുകളുടെ പുറത്ത് പരിചയസമ്പന്നരും വിദഗ്ധരും ആയ പ്രൈവറ്റ് ട്യൂഷൻ ടീച്ചേഴ്സ് ധാരാളമുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ കുട്ടികളെ പ്രൈവറ്റ് ട്യൂഷൻ അയക്കാറില്ലേ? CBSE, ICSE സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ എത്രപേർക്ക് പ്രൈവറ്റ് ട്യൂഷൻ ഇല്ലാതെ ഉണ്ട്? മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കുട്ടികളെ വിശദമായി പഠിപ്പിക്കുകയും അവരുടെ മാർക്കിൽ ഗണ്യമായി വർധന വരുത്തുകയും ചെയ്യുന്നത് പുറത്തുള്ള സീനിയർ ട്യൂഷൻ അധ്യാപകരാണ്. പ്രൈവറ്റ് ട്യൂഷൻ രംഗത്ത് കഴിഞ്ഞ 40 വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ട്. അടുത്ത ഭാഗങ്ങളും മറ്റ് ക്ലാസുകളും കേൾക്കുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു ബെൽ ഐക്കണും അമർത്തുക. നിങ്ങളുടെ കുട്ടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന, മറ്റാരും പറയാത്ത അറിവ് നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ്.